ഹലോ, സാജിക്കാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു നീണ്ട വ്ളോഗാണ് കേട്ടോ. ഒരു മോർണിംഗ് തൊട്ടിട്ട് ഒരു ഈവനിങ് വരെയുള്ള ഒരു ഡേ മൈ ലൈഫ് പോലെ കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിന് കേട്ടോ. ഒരു ബർത്ത്ഡേ കേക്ക് മുറിക്കണ ഒരു കുഞ്ഞു നല്ല ഭയങ്കര രസമായിട്ടുള്ളൊരു വീഡിയോ. കാണാത്തവരൊക്കെ ഉണ്ട്, അത് കാണട്ടോ. അപ്പോൾ അതിൻ്റെ പിറ്റേന്നത്തെ മോർണിംഗ് തൊട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വീഡിയോ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ 2 വീഡിയോയും കൂടി ഒന്നാക്കിയിട്ട് അപ്ലോഡ് ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഭയങ്കരമായ വീഡിയോ ആയി പോകും, ഭയങ്കര ലെങ്തി ആയി പോകും കേട്ടോ. അപ്പോൾ അതിന് നല്ലത് 2 വീഡിയോസ് അല്ല. അപ്പോൾ 3-4 ദിവസമായിട്ട് ആ വീഡിയോ ഇട്ടിട്ടോ. പിന്നെ എന്താ ആ വീഡിയോസ് ഇടാൻ മടിച്ച് ഇങ്ങനെ വോയിസ് എടുത്ത് ഇങ്ങോട്ട് കിട്ടണ്ട, ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ പതുക്കെയാണ് അപ്ലോഡ് ചെയ്യണത്. പിന്നെ എന്താ പറയുക വെച്ചാൽ ഭയങ്കര രസമായിട്ടോ. നമ്മൾ കുക്കിങ്ങും കുറച്ച് കോമഡിയും എല്ലാം പാടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് വന്നിട്ട് എന്താ പറയുക, കൽത്തപ്പവും ചായയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ കൽത്തപ്പം തന്നെയാണ് രാവിലെയും പിറ്റേന്ന്. ഈ കൽത്തപ്പം ഉണ്ടായപ്പോൾ മെയിനായിട്ട് കൽത്തപ്പം തിന്നുന്ന ആൾ ഞാൻ തന്നെ കേട്ടോ. കുത്തിരുന്ന് തിന്നും ചെയ്ത്. അപ്പോൾ കൽത്തപ്പം ചായയൊക്കെ കുടിച്ചു. അപ്പോൾ മേലടുക്കളയിൽ ഒരാൾ ഇങ്ങനെ കാര്യമായിട്ട് പുട്ടിക്കിടാനുള്ള തേങ്ങ ഇങ്ങനെ ചിരണ്ടിയോണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ 2-3 തേങ്ങയും കൂടി ഉണ്ടാകും. അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തൊക്കെ. അപ്പോൾ ഭയങ്കര ശക്തമായിട്ട് തേങ്ങ ചേറ്റി ആഞ്ഞടിക്കുകയാണ് ഒരാൾ. അപ്പൊ നമ്മള് കൂട്ടത്തിലെ വലിയ ഏട്ടത്തെ നമ്മളെ പെരക്കാരത്തി പുട്ടിടുക കേട്ടോ. രാവിലെ തന്നെ എന്താ പുട്ട് ചുടാന്ന് കണ്ടാൽ തന്നെ നമ്മൾ ഒന്ന് പുട്ടാണെങ്കിൽ ഭയങ്കര തള്ളുന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ വേണ്ടേ പറഞ്ഞ് കേട്ടിട്ടുള്ള അത് നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണതാണ്. അപ്പൊ എന്താ പുട്ടൊക്കെ തിന്നിട്ട് നല്ലതാണ്. അടുക്കളയിൽ മെഴുകി എന്താ കോമഡി ഒക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ തള്ള, അല്ലെങ്കിൽ പുട്ട് തിന്നണമെന്നില്ല, എന്നും തള്ളന്നെയാണ്. അതിന്റെ ഇടയിൽ ഞാൻ മോക്ക് രാഗി എന്തൊക്കെ വിരകിയിട്ട് എന്താ ചൂടാറാനൊക്കെ വെച്ചിട്ട് പിന്നെ മുറ്റത്തൊക്കെ കൊണ്ടുപോയി പൈപ്പൊക്കെ കാണിച്ചത് കുറച്ച് കഥകളൊക്കെ പറഞ്ഞെന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് കുറച്ച് തിന്നാനൊക്കെ കൊടുത്ത്. അപ്പോൾ തന്നെ എന്താ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് സാമ്പാറിന്ന് എന്തുണ്ടാക്കേണ്ടത് വെച്ചപ്പോ ബിരിയാണിക്ക് വന്നിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞോണ്ട് ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ സാദാ ചോർമലാണ് ഉണ്ടാക്കുന്ന പ്ലാൻ ചെയ്ത് കേട്ടോ. അപ്പൊ അതൊക്കെ റെഡിയാക്കാൻ ഇങ്ങനെ റാക്ക് ഇങ്ങനെ നിരഞ്ഞ് പച്ചക്കറി ഇങ്ങനെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ നല്ലതായിട്ട് പുട്ടും പട്ടാണിക്കടലയും കേട്ടോ. എന്താ പറയാ, അപ്പൊ അതൊക്കെ നന്നായിട്ട് 2 കഷ്ണം പുട്ടൊക്കെ തിന്ന്. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തിന്നാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു മധുരം തിന്നണം അങ്ങനെ നുള്ളിപ്പെറുക്കി എങ്ങനെ നടക്കുന്ന ടീംസാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, ഒരാളെ മാത്രം പറയണ്ട. അപ്പൊ എന്താ തലേന്ന് മുറിച്ച ബർത്ത്ഡേ കേക്ക് ഉണ്ടായിട്ട് അതിന്റെ പേര് ബട്ടർ സ്കോച്ച് ചെയ്യട്ടോ. ഞാനൊന്ന് ആ വീഡിയോയിലും കാണി പറയാൻ ഓർമ്മയേ ഇല്ലേന് കേട്ടോ. അന്ന് അത്ര കഴിക്കാത്ര ടേസ്റ്റ് ഇല്ലേന്. പിറ്റേന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ നല്ല രസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ കുറച്ച് ഒരാൾക്ക് എടുത്ത് വെച്ചതാണ്. ഇതിങ്ങനെ ഇസ്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ തിന്നുകയാണ്. ഇങ്ങനെ കുറച്ച് ബ്രദർ എന്നപ്പോ കുറച്ച് എന്താ കടപ്പുറത്തുനിന്ന് കല്ലുമ്മക്കായ ഉണ്ടാക്കിയിട്ട് അപ്പൊ അത് തിളപ്പിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടണേ. പിന്നെ പച്ചക്കറി നുറുക്കലും പിന്നെന്താ ചായ ഇടിക്കാൻ എണീച്ച് വരാത്തൊരു നേരം വൈകിട്ട് തലേന്നത്തെ പൊറോട്ട ചൂടാക്കി ചായ ഇടിക്കണതും വർത്താനം പറയലും പച്ചക്കറി അരിയലും എല്ലാം ഉണ്ട് അതിന്റെ ഇടയിൽ നടക്കണ്. ഇനി ഞാൻ 2 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ റെസ്റ്റ് എടുക്കുന്ന അത്ര എല്ലാവർക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ അനിയത്തി പച്ചക്കറി അരിയുന്ന സമയം കേട്ടോ. അല്ല, അതിന് നല്ലത് ഫ്ലോറ ഫാന്റസി വളാഞ്ചേരിയ. 36 റൈഡ് ഉണ്ട്. എന്തോ രസാ. മൂന്നൊക്കെ കൊണ്ടേക്കണ്ട കീരിനൊക്കെ കെട്ടണം. ആര് കൊണ്ടുവരും? 500 റുപ്യാണ് കേട്ടോ ഒരാൾക്ക്. ആര് കൊണ്ടുവരണം? ഞാൻ അക്ഷയിന്ന് വേണ്ട പോയി. എന്തൊരു സമയം നമ്മൾ ജസ്റ്റ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലൊക്കെ ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ ആടുജീവിതം കാണാൻ പോവാ. താല്പര്യം ഉണ്ടാ? ചിന്തക്ക് ആടുജീവിതം സുന്നത്താണ് കാണണ്ടേ. ആരും പറയണേ നോവിനെ നല്ല ഈമാളെ പാട്ടുമുണ്ട്. എല്ലാത്താനെ കാണിച്ചെടുക്കണം. ഉള്ളതെ പിന്നെ കണ്ണീരുണ്ടാവും. കുറച്ച് സീരിയലിനാണ് നല്ല സിനിമ. സീരിയല് കുറെ ഹിന്ദിക്കത്താണ്. സിനിമ ആകുമ്പോ വേറെ കഥ. സോഫയിലൊക്കെ ഒരാൾ കേൾക്കണ ലാലി ഇപ്പോ നമ്മള് പോവാന് ഇങ്ങോട്ട് മുന്നിക്ക് പോകാലേ, ബാക്ക് വെക്കല്ലേ. സിനിമക്ക് പോകാൻ അമ്മമാരെ സോപ്പിടിച്ച് മയങ്ങും. ഞങ്ങൾ ആടുജീവിതം കാണാൻ പോട്ടെ. പൈസയിൽ കൊണ്ടുപോവാ. ഞാൻ അധികം പെരുന്നാള്
നിങ്ങളും പൊയ്ക്കണേ. ഞാൻ അങ്ങനെ പോയതല്ല. ആ സിനിമകളല്ല ഞാൻ അങ്ങനെ പോയതല്ല. ഞാൻ തിരുവമ്പാടിയിൽ അമ്മായിൻ്റെ അടുത്ത് പോയപ്പോഴേ എന്നിട്ട് ബാവാനൊപ്പം പോയത്. ഭാവാനൊപ്പം പോയപ്പോ ഇത് പേരാണെങ്കില് ആ പൂച്ച കൊടുക്കുന്ന സിനിമകള്, ഇത് പേരാണെങ്കില് ഇത് സിനിമകള് തിരുവമ്പാടി. അപ്പൊ അങ്ങനെ ഇത് കണ്ടത് ആദ്യത്തെ. അങ്ങനെ പച്ചക്കറിയൊക്കെ സാമ്പാർക്കില്ല നുറുക്കി ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. അതിന്റെ ചീരപ്പേരിക്കും വേണ്ടി ചീര അപ്പുറത്ത് അരിഞ്ഞിച്ചാണ്. അതിന്റെ ഇടയിൽ ഏട്ടത്തി പരിപ്പ് ഇതാ കുക്കർക്ക് ഇട്ടോ. മൊത്തത്തിലൊരു പച്ചക്കറി ഒരു വിസിലോ 2 വിസിലോ അടുപ്പിക്കാനുള്ള പ്ലാനിങ് ആണ്. പിന്നെ ചെമ്പട്ടിക്ക് വെച്ചിട്ട് വേവിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ സിനിമക്കാണൊക്കെ വെറുതെ വരട്ടെ, അതിനെ ചൂടാക്കാൻ വരസ. ഇതിന്റെ ഏടത്തിന് ഇന്റെ അമ്മാനൊക്കെ പെട്ടെന്ന് ചൂടാക്കാൻ പറ്റും. പിന്നെ അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി എന്തെങ്കിലുമൊക്കെ വാക്കൊക്കെ പറയട്ടെ. അപ്പൊ രസമാണ് എന്തെങ്കിലുമൊക്കെ പറയുന്നേ. പെരുന്നാക്കൊന്നും എങ്ങോട്ടും പോയിട്ടില്ലല്ലോ, ചൂടുകൊണ്ട് തന്നെ ഇട്ട ആരും അങ്ങനെ പൊതുവെ പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ പ്ലാൻ ഇടേനി, പക്ഷെ പ്ലാനിങ്ങനുള്ളതൊന്നും നടക്കില്ല കേട്ടോ. പിന്നെ അനിയത്തി പ്രഗ്നന്റ് ആണ്, അപ്പൊ അല്ലാതെ യാത്ര ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും, പിന്നെ ചൂടാണ്, അങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻ കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇപ്പാന്റെ ഫാമിലി എല്ലാവരും കൂടെ കസിൻസ് ആളെല്ലാവരും പാടെ കൂട്ടിയിട്ട് ഒരു ദിവസം കോട്ടക്കുന്ന് പോയിട്ട്, അപ്പൊ അതിന്റെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ആക്കണാവും ഇൻഷാ അല്ലാ. അപ്പൊ ഇങ്ങനെ രസമല്ലെങ്കിൽ പ്ലാൻ ഇടും, ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കൂല, ചിലപ്പോൾ വലിയ ട്രിപ്പ് ആവും, ചിലപ്പോൾ കുഞ്ഞു ട്രിപ്പ് ആവും, എടുത്തെടെങ്കിലൊക്കെ പോയിട്ട് കറങ്ങി വരും. ഈ പച്ചക്കറി ഇങ്ങനെ അരിയണ വീഡിയോ കണ്ടാൽ ചിലർക്ക് ആ കത്തി വാങ്ങിയിട്ട് ഞമ്മക്ക് കരിഞ്ഞു കൊടുക്കുന്നുണ്ട്. കാണുന്നവർക്ക് അങ്ങനെ ഒരു പൊറുതേടുണ്ട്. കത്തി തീരെ മൂർച്ചയില്ല കേട്ടോ, അതൊരു സത്യമാണ്. കുറെ കത്തി ഉണ്ട് പറഞ്ഞിട്ട് ചിലത് മൂർച്ചയില്ല. പിന്നെ ആ മത്തന്റെ തോല് എത്താൻ ഭയങ്കര ടഫ് ആയിന്, പച്ചത്തോല് ഭയങ്കര ടൈറ്റ് ആയിന് കേട്ടോ. അല്ല മൂത്ത മത്തൻ തോല് എന്നൊക്കെ പറയില്ലേ അതേമാതിരി. അപ്പൊ അങ്ങനെ പിന്നെ വർത്താനല്ലോ രസമായിട്ട് വീഡിയോ എടുക്കല്ല, അങ്ങനെ വല്ല സ്ലോയിലാണ് വർത്താനം പറഞ്ഞാല്. അങ്ങനെ കല്ലുമക്കായ നമ്മളെ ചുടുവെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ട് എന്താ പറയാ, നല്ല പെട്ടെന്ന് തന്നെ കാമ്പ് കൊട്ടുമ്പോ തന്നെ പോരുന്നിട്ട്. അപ്പൊ അന്ന് വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ്. ഇറച്ചി നല്ല പെട്ടെന്ന് പോരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഗ്രേവി മോഡലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു 8 തൈമല് റെഡി ആക്കിക്കൊണ്ടുണ്ട്. പിന്നെ നമ്മളെ പരിപ്പ് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പച്ചക്കറി ഒന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചക്കറി അരിഞ്ഞു വെച്ച് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വൃത്തിക്ക് അരിയുമ്പോൾ നല്ല ഭംഗി കാണാൻ. ഇനി അതൊക്കെ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിപ്പിച്ച് ചെമ്പട്ടിക്ക് വെച്ചിട്ട് നല്ല അതില് വറ്റൽമുളകിലൊക്കെ നന്നായിട്ട് വറവിടാനുള്ളതാണ്. അതിന്റെ ഇടയ്ക്ക് അപ്പുറത്ത് ഫോണിൽ എന്താ പറയുക അനിയത്തി വീഡിയോ എടുക്കുന്നുണ്ട് ഓളെ ഫോണിലിട്ട്. എപ്പോഴും കാണാൻ രസമല്ലേ കേട്ടോ. ഓള് ഫേസൊക്കെ കാണിച്ചിട്ട് ഓളെ ഫോണിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ആ വീഡിയോയിൽ കാണാൻ ഒരു പ്രത്യേക രസം കേട്ടോ. അപ്പോൾ ഓളതിങ്ങനെ ഓർമ്മക്കായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഇടയിൽ ഏട്ടത്തിന്റെ മരോള് ഓരോ കല്യാണ ഫോട്ടോ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടത്തിന്റെ. അപ്പൊ ഓരോ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ട് എല്ലാവരും ഒന്ന് ചാനലിൽ കയറിയൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക. അതിന്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട്. അപ്പൊ ഞാനതിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കണം. ഒരാൾ നല്ലത് കഴിഞ്ഞിട്ടാണ് നല്ല തണുത്ത നാരങ്ങളും കുടിച്ചാന്ന് വെച്ചിട്ട് ഞാൻ ഇടക്കിടക്ക് നാരങ്ങളങ്ങ് കൽക്കണങ്ങ് നോക്കിക്കണുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തർ ഓരോ പണിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ വല്ലാതെ പണിയെടുക്കാൻ എന്റെ മോള് സമ്മതിക്കില്ല. വീട് മാറിയാൽ തന്നെ നോക്ക് ഒരു ജാതി പൊറുതേടാണ്. അപ്പൊ നമ്മളെ വയറ്റിലെ തന്നെ കാലൊക്കെ പിടിച്ചിട്ട് എന്തെങ്ങനെ പിടിച്ചുകൊണ്ട് കിട്ടോ പാവാണ്. അപ്പൊ ഇങ്ങനെ ഓളെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിരുത്തിയാലേ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ഒരു വിധമൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് നാരങ്ങളും കുടിക്കാനുള്ള പൂതി ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഐസും കട്ട കഴിഞ്ഞിട്ട് അതാണ് അലീണും ഇല്ല വെള്ളം ഒഴിച്ച്. പിന്നെ അവസാനം ഐസും കട്ട എടുത്ത് പൊട്ടിച്ചിന്റെ ശേഷം നാരങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ എന്താ പറയാ, എനിക്ക് ഏറ്റവും രസം നമ്മൾ ദാഹിച്ചിരിക്കുമ്പോൾ ലൈം കുടിക്കാനും നാരങ്ങളും കുടിക്കാനും നമുക്ക് ഏറ്റവും പൂതി ഉണ്ടാവുക. അങ്ങനെ നാരങ്ങളിലൊക്കെ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഏലക്കായ ഇട്ടാൽ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ. ബാക്കിയുള്ള ഫ്രിഡ്ജൊക്കെ ചെയ്തായിരിക്കുമ്പോൾ ഇടക്കിടക്ക് കുടിച്ചാന്ന് വിചാരിച്ചിട്ട്. ഇത് കൂടാതെ ഞങ്ങൾ പിന്നെന്താ പൊരിയോലൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ പഴം ഉണ്ടായപ്പോൾ ഞങ്ങൾ പിന്നെ ഔലും വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് മൈസൂർ പായൊക്കെ കൊണ്ടുവച്ചിട്ടാ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഔലും വെള്ളം കലക്കാം. അപ്പൊ നമ്മളെ യാമിക്കുട്ടീന്റെ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് ഒരു ബ്രദർ ഇട്ടോൾ. അങ്ങനെ ആരുടെ പോലൊന്നുമില്ല, ഓക്ക് ഭയങ്കര മടിയായിട്ടപ്പോൾ നല്ല കുട്ടിയുടെ നിന്നെടുക്കണൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓനെങ്ങനെ കളിയാക്കാണ്. വേറെ ബ്രദർ ഉണ്ട്, അപ്പോൾ അവന്റെ വൈഫ് പ്രസവിച്ചെടുക്കട്ടോ. അപ്പൊ എന്താ പറയാ ഹോം കെയറിലാണ്. അപ്പൊ അവർ ബേബി ഗേൾ ആണ്, ട്വിൻസ് ആണ്. അപ്പൊ എന്തായാലും മുടിയൊക്കെ കെട്ടി കൊടുക്കാണ്ടല്ലോ പെൺകുട്ടിയൊക്കെ. അപ്പൊ ഞാനത് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ടില്ലേ മീനൊക്കെ അവിടെ മസാല തേച്ച് പൊരിക്കലും എന്താ കല്ലുമ്മക്കായ എന്താ നമ്മളെ കടുക്കല്ലേ കായം കൂട്ടി തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ നമ്മളെ മാന്തൽ പൊരിക്കുന്നുണ്ട്. സാമ്പാർ കുക്കറിന്നൊക്കെ മാറ്റിയിട്ട് ചെമ്പട്ടിയിൽ ഇങ്ങനെ തളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കടയിൽ നിന്ന് എന്താ മൈസൂർ പഴം ഔലും വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഏട്ടത് സാമ്പാർ തുമ്പിക്കാൻ വേണ്ടി ചെറിയുള്ളി ഇങ്ങനെ അരിയുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിലൊക്കെ ഞാൻ പോയിക്കാണ്ട് ഇനമോളെ ഞാൻ കുളിപ്പിച്ചിട്ട് ഓളെ ഉറക്കിന്നിട്ട കട്ടുമ്പൊക്കെ എടുത്തിട്ടില്ലേ. ചിലപ്പോൾ ഓള് മുട്ടുത്തി വരുന്നതുകൊണ്ടായിരുന്നു ചിലപ്പോൾ ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ താഴെ പുതപ്പിലൊക്കെ കെടുത്തി ഓളെ ഉറക്കിക്കണേ. അതിന് ശേഷമാണ് ഈ പരിപാടിയൊക്കെ. അതിന്റെ ഇടയിൽ പിന്നെ എന്താ മാന്തള് ഇനമോളെ ഉറക്കി വന്നപ്പോൾ മാന്തള് മറിച്ചിട്ടുള്ള ടൈമുണ്ട്. അപ്പൊ ഞാനത് മറിച്ചിട്ടുകൊണ്ട് നിൽക്കട്ടെ. മത്തി ഉണ്ട്. പിന്നെ എല്ലാ മീനും ഒരു ദിവസം വെക്കണ്ടല്ലോ വെച്ചിട്ട് അത് പിന്നെ കായം കൂട്ടിയിട്ട് ഏട്ടത്തി ഫ്രിഡ്ജിക്ക് വെച്ചിട്ടോ. പിന്നെ ഞാൻ ഔലും വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരും ഓരോരോ പണിയിട്ടോ. ഈ ആമിക്കുട്ടി എണീച്ചപ്പോൾ ഏട്ടത്തി ഓളെ കൊണ്ടുപോയി. പിന്നെ അനിയത്തി പ്രഗ്നന്റ് ആയതുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഓള് കുഴങ്ങിയാണ്. അപ്പോൾ ഒന്ന് കിടക്കട്ടെ എന്നിട്ട് ഓളും പോയി. പിന്നെ ഏട്ടത്തിന്റെ മരോള് ലാലു ഓള് തുടച്ചെടുക്കാനൊക്കെ അതും പോയിട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ കാര്യമായിട്ട് ഔലും വെള്ളം കുത്തുകയാണ്.
അവലും വെള്ളം അതൊരു വീക്ക്നെസ് ആട്ടോ. അത് പറഞ്ഞാൽ 30 ദിവസം നോമ്പിന് കുടിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതെല്ലാ കൊല്ലം നോമ്പിന് ഇൻഡോടെ ഉണ്ടാകലുണ്ട്. ഞാൻ ഇൻഡോടെ കഴിഞ്ഞ വീഡിയോയിൽ വരുമ്പോഴും അവലും വെള്ളം കുടിച്ചിട്ടാണ് വന്നിട്ട്. നോമ്പിന് നമ്മൾ തോന അവല് കൊടുക്കുമ്പോൾ ബാക്കി ഉണ്ടാവും. പിന്നെ പൈസ കിട്ടി പിന്നെ നമുക്ക് എന്തായാലും തണുത്തള്ളം ഉണ്ടായാലും അവലും വെള്ളം ഉണ്ടാക്കല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴും അവലുണ്ട്, പിന്നെ പഴം കൊണ്ടിരിച്ച്, പിന്നെ പൊരി അവലും ഉണ്ടായിട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഈ അവലും വെള്ളത്തിന്റെ പ്ലാനിങ് ഉണ്ടായിട്ടാ. അപ്പോൾ പൊരി അവലും എടുക്കണം. പൊരി അവലുകൊണ്ട് ഞാൻ പിന്നെ വല്ലാതെ ഒന്നും ഉണ്ടാക്കണം എനിക്ക് വലിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ സാധാ അവല് തന്നെ കുറച്ചിട്ടിട്ട് മൈസൂർ പഴം തന്നെ കുത്തിയിട്ട് അവലും വെള്ളം ഉണ്ടാക്കുകയാണ്. ചൂടത്തല്ലെങ്കിൽ നമുക്ക് എന്താ വെള്ളത്തിനോട് തന്നെ താല്പര്യമില്ല. എത്രമാതിരി വെള്ളം കുടിക്കണം. അതൊന്നും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തണുത്തള്ളാണ് കുടിക്കണത്. അങ്ങനെ പാടില്ല നമുക്ക് അറിയെങ്കിൽ പോലും നമ്മൾ എടുത്ത് കുടിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെന്താ അപ്പം അതിന് നല്ലതാണ് തണുത്തള്ളം. നമുക്ക് വയറും നിറയും ചെയ്യും, ക്ഷീണത്തിനാണ്. അങ്ങനെ എന്താ ഒലുമ്പുള്ള തണുത്തള്ളം പറഞ്ഞു. തണുത്തള്ളൊക്കെ കഴിഞ്ഞിട്ട് നാരങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കുറച്ചുള്ളത് കുപ്പി എടുത്തിട്ടാണ് തണുത്തള്ളം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ആക്കിയപ്പോഴും ഞാൻ പറയണ കേട്ടോ, അവലും വെള്ളം പല വിധത്തിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷെ ഞങ്ങളെ പെരിയിൽ നമുക്ക് ഉണ്ടാക്കണമല്ല നമുക്ക് ഉണ്ടാക്കുള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കട്ടോ, അത് രസമാണ്. പക്ഷെ എനിക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കണതാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറയണത്. ചിലവർ ചീരുള്ളി ഇടും. ഇന്ന് ചീരുള്ളിൻ്റെ ആ ചോയ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും തണുത്തുള്ളതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. പിന്നെ അവലും വെള്ളം ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു പ്രത്യേക ഒരു സന്തോഷം പാടെ എനിക്ക് കിട്ടാണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അവലും വെള്ളത്തിന്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ട് വ്യൂസ് കിട്ടിയ ഷോർട്സിൽ കയറിപ്പോയത് അവലും വെള്ളത്തിന്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഞാൻ നേരിട്ട് അവലും വെള്ളത്തിക്കില്ല പൊരിയോലും ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അവലും വെള്ളത്തേക്ക് പൊരിയോലും ഇടുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പൊരിയോലും എന്താ അവിൽ മിൽക്കിലാണ് തിന്നുന്നത് കേട്ടോ. അപ്പം ഞാനിത് നല്ല ഞെരിഞ്ഞെരുക്കെ ഉണ്ടാവും. ഞാൻ ഔത്തൊക്കെ പോയി റൗണ്ടൊക്കെ ചുറ്റി ഓലോട് അവലും വെള്ളം കലക്കിക്കണേ കുടിച്ചാൽ വരി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോത്തിന് ആ പൊരിയോലും അവിടെ തണുത്തുക്കുന്നുണ്ട്. അപ്പം ഏറ്റവും നല്ലത് എന്താ അവലും വെള്ളത്തേക്ക് നല്ല രസമാണ് പൊരിയോല്. പക്ഷെ ആ അവലും വെള്ളം കുടിക്കാൻ നേരത്തെ ഇടുമ്പോഴാണ് ആ ഞെരിഞ്ഞെരി എന്താ പറയാ നല്ല രസത്തോട് കറുമുറായിട്ട് അവലും വെള്ളം കുടിച്ചപ്പോൾ രസമാണ്. ഇതിപ്പോൾ പൊതിർന്നുണ്ട്. അപ്പം അതിന്റെ മേലെ ഞങ്ങൾ പിന്നെയും എന്താ പറയുക പൊരിയോലും ഇട്ട് കണ്ടട്ടോ കുടിച്ചത്. അതിന്റെ ഇടയിൽ നമ്മളെ ഏട്ടത്തി ചീരുള്ളിലെ കരിഞ്ഞില്ല നേരത്തെ വറ്റൽമുളകൊക്കെ ഇങ്ങനെ മുറിച്ച ചീനല്ല നല്ല എന്താ പറയാ ചീരുള്ളിയിൽ വറവിട്ട് കണ്ട് സാമ്പാർ ഇതിന്റെ അവലും വെള്ളത്തിന്റെ കുടുക്കൻ്റെ അടുത്ത് കൊടുന്ന വെച്ചിട്ടാ. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മാഷാല്ല നല്ല രസം തിന്നാനിട്ട ഏട്ടത്തി ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവലും വെള്ളം കുടിച്ചാൽ വേണ്ടിയിട്ട് എല്ലാവരും ആട്ടി തെളിച്ച് കൊണ്ടുവന്നു കേട്ടോ. വേം വെരിന്ന് പറഞ്ഞ് കണ്ട് അപ്പോൾ ക്ലാസ്സിൽ എല്ലാവർക്കും പകർന്ന് കണ്ട് അതും എല്ലാവരും 1-2 ഗ്ലാസ്സൊക്കെ കുടിച്ച് കണ്ട് ഇങ്ങനെ ഇരുന്നിട്ടാ. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ആ കടുക്കല്ലേ പൊരിക്കാനുള്ള ടൈമാട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തർ പൊടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ആ കോരി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിടണമെന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കടുക്കക്കില്ലേ കടുക്കന്നല്ലേ പേര്. ഞാൻ ആദ്യമായിട്ട് കടുക്കാണ് ഇരുന്നോ എനിക്ക് എപ്പോഴും മാറിപ്പോട്ടാ. കടുക്കന്നെയാണ്. അപ്പം അതൊക്കെ മസാല ഗ്രേവിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഏട്ടത്തി എന്താ ചീൻചട്ടിയൊക്കെ വെച്ച് നല്ല വെളിച്ചെണ്ണൊക്കെ വെച്ചിട്ട് ഉള്ളിട്ട് നന്നായിട്ട് വയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ വെച്ചിട്ട് ഈ ചീൻചട്ടി കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഏത് ചെറിയ പെരയായാലും ഏത് വലിയ വീടായാലും എല്ലാ പെരൻ്റെ അടുക്കളയിലും ഉണ്ടാവും ഇങ്ങനെ കറുത്തിട്ടുള്ള ഒരു ചീൻചട്ടി. 1-2 എല്ലാ പെരയിലും ഉണ്ടാവും. ഇതിൻ്റെ കൂടി ഉണ്ട് കേട്ടോ 2-3 അതായത് നമ്മൾ പഴയ ചട്ടിക്കാരം പക്ഷെ നമുക്കത് ഒഴിവാക്കാൻ തോന്നൂല. ഇങ്ങനത്തെ ഈ മഴക്കം വന്ന എന്താ പറയാ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇനിയിപ്പോൾ എത്ര പുതിയ പാത്രം ഉണ്ടായാലേ ആ പഴയ തന്നെ നമ്മൾ എടുക്കുള്ളൂ, നമുക്ക് ഒഴിവാക്കാനും തോന്നൂല. നല്ല രസം. ഒരു ഇരുമ്പൻ ചീൻചട്ടി പോലത്തെ ചീൻചട്ടി അത് എപ്പോൾ വീഡിയോസിൽ കണ്ടാവും എല്ലാ പെരയിലും ഉണ്ടാവും ചെയ്യും. അങ്ങനെ നമ്മൾ യാമിക്കുട്ടി ഇതാ അവിടെ റാക്കുമ്പോൾ കുത്തിങ്ങിട്ട് അവലും വെള്ളം കുത്തിപ്പിടിച്ച് കേട്ടോ. അവളെ ഇപ്പം പീപ്പല്ലോണ്ടാണെങ്കിലും പീപ്പലൊക്കെ പോയി തുടങ്ങിയിട്ടാ. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ഇതിൻ്റെ ഇനമോള് എണീച്ച് വന്നത്. അപ്പോൾ പപ്പടം വെച്ചതിന് ഞാൻ ചെറിയൊരു പൊട്ട് ഇങ്ങനെ കൊടുക്കിട്ടോ. ഒന്നായിട്ട് അപ്പോൾ ഒന്ന് പൊട്ടിച്ചും ചെയ്തിട്ടാ. അങ്ങനെ എല്ലാവരും കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 2-1:30 സമയമായപ്പോൾ എന്തെല്ലാവരും അടുക്കളയ്ക്ക് ചോറുന്നാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരികയാണ്. പിന്നെ വീടിന്റെ കിച്ചണിന്റെ വീഡിയോ എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ളവർക്കാണ്. ഇതിന് മുമ്പ് ഞാൻ വ്ളോഗും ഇവിടുത്തെ കല്യാണ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് അപ്പം അതിലൊക്കെ ഉണ്ട് കിച്ചണിന്റെ ഡീറ്റെയിൽ വീഡിയോ കേട്ടോ. അപ്പോൾ കാണുന്നവർക്കൊക്കെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. പിന്നെ ഞാൻ അനിയത്തിമ്പാടെ ചോറ് എന്താ വളമ്പിയിട്ട് ടേബിളിൽ കൊണ്ടുപോയിട്ടോ. ഓരോരുത്തർ പണിയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അപ്പം ഞങ്ങൾ അതേ ടേബിളിൽ ആദ്യം വിശക്കണവർ മുന്നിലെത്തിയെന്നൊക്കെ പറഞ്ഞാൽ പോരാ നല്ല വിശപ്പുണ്ടായിട്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. കല്ലുമ്മക്കായല്ലേ ഞാൻ ആദ്യമായിട്ട് തിന്നാൻ പോണേട്ടോ. അതായത് എന്താ കല്ലുമ്മക്കായ ഗ്രേവി കേട്ടോ. കല്ലുമ്മക്കായ ഞാൻ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹമാണ് അത് തിന്ന് നോക്കണം എന്നിട്ട്. എൻ്റെ കണ്ണൂരൊരു ഫ്രണ്ട് ഉണ്ട് ഷെരീഫ. അങ്ങനെ കടുക്കറച്ചി ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് തിന്നാൻ പോണ കേട്ടോ. എന്താ ആ ഗ്രേവി ഇട്ടോ. ഞാൻ കുറേ കാലമായിട്ട് കല്ലുമ്മക്കായ തിന്നാൻ ഭയങ്കരമായിട്ട് പൂതിയിട്ടാ. എൻ്റെ കണ്ണൂരത്തെ ഫ്രണ്ട് ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് നോമ്പിനൊക്കെ ആയിട്ടോ എപ്പോഴും കൊതിപ്പിക്കൂട്ടോ. ഓല് കണ്ണൂർക്കാർക്ക് ഒരു സ്പെഷ്യലാണല്ലോ ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കാനാ തന്നെ. അപ്പം ഞാൻ പറയും ഇത് ഉണ്ടാക്കിയിട്ട് പാർസലായിക്കോട്ടോ അങ്ങനെ ഇങ്ങനെ പറയട്ടോ എപ്പോഴും കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ ഈ നോമ്പിനാണ് കഴിഞ്ഞ നോമ്പറക്കാൻ ബീച്ചിൽ പോയപ്പോഴാണ് കല്ലുമ്മക്കായ പൊരിച്ചത് ചൂടോട് ഞാൻ തിന്നിട്ട്. അതിന് മുമ്പ് എനിക്ക് എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ട് എനിക്കൊരാൾ എന്താ പറയുക കല്ലുമ്മക്കായ കൊണ്ടുവന്ന് നീന്നിട്ടോ.
പക്ഷെ അത് കുറച്ച് തണുത്തതായിട്ടും കോഴിക്കോട് ബീച്ച് നല്ല ചൂടാകും, നല്ല ഡിഫറൻസ് ഉണ്ടായിട്ടാ. അതിനുശേഷം ഗ്രേവി ആയിട്ട് കഴിക്കാൻ പോണത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ഓരോരുത്തർ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കണം. ചോറും സാമ്പാറും മാന്തൾ പൊരിച്ചതും ചീരപ്പേരിയും അതുപോലെ തന്നെ അച്ചാറുണ്ട് കേട്ടോ. അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പപ്പടും പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ടുള്ള കല്ലുമ്മക്കായ കേട്ടോ. കക്കറച്ചി. അങ്ങനെ അതൊക്കെ തിന്ന്. പക്ഷെ എക്സ്പീരിയൻസ് എന്താ പറയുക വെച്ചാൽ എനിക്കിങ്ങ് തിന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വായിൽ നിൽക്കട്ടോ. അപ്പോൾ എനിക്ക് ഒരു ജാതി പുറത്തിട്ട് ഫസ്റ്റ് ടൈം തിന്നണോണ്ടാണ് അറിയില്ല കേട്ടോ. ഇഷ്ടമായി ഇന്ന് ഇഷ്ടപ്പെട്ടില്ല. പൊരിച്ചതാട്ടോ അതിലേറെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ പൊറുതിയിട്ടോ. പിന്നെ അതിന് ചോറ് നീച്ച് ഞാൻ കുറച്ച് മധുരമൊക്കെ തിന്നിട്ടോ. എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല സോസൊക്കെ വെച്ചിട്ടുണ്ടാക്കിയത് തന്നെയുണ്ടോ. പക്ഷെ എനിക്ക് പിന്നെ നന്നായിട്ട് ചോറ് തിന്നട്ടോ. പള്ളം നിറച്ച് ചോറ് തിന്നണേ. എനിക്ക് ഉച്ച സമയത്ത് ഈ ബിരിയാണി അങ്ങനത്തെ ഏറ്റവും ഇഷ്ടം നമ്മളെ സാധാ ചോറ് തന്നെ കേട്ടോ. അത് വേറെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഇതുപോലെ ബിരിയാണി അതിനേക്കാളൊക്കെ ഇഷ്ടം സാധാ ചോറ് ഉച്ച നേരിട്ടോ. രാത്രി പിന്നെ ഫാസ്റ്റ് ഫുഡ് അങ്ങനെ ആയാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉച്ചക്ക് ചോറ് കിട്ടണം നിർബന്ധമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ കുറച്ച് ലാസ്റ്റ് വെച്ചിട്ട് ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് അത് ഒരു ഭയങ്കരമായിട്ട് ആസ്വദിച്ച് തിന്നണം. ഓരോരുത്തർക്ക് ഓരോ ടൈപ്പാണ്. അങ്ങനെ എല്ലാവരും ചോറൊക്കെ തിന്നു, അടുക്കളൊക്കെ ക്ലീൻ ആക്കി എല്ലാവരും ഒന്ന് ഉറങ്ങിട്ടോ. പിന്നെ ഒരു 4 മണിയായപ്പോൾ എല്ലാവരും എണീച്ച് തായരയിലൊക്കെ കുറച്ച് ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങക്ക് പോകാനായും ചെയ്തിട്ടുണ്ടോ. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ചുപാട് കേക്കിന്റെ ബാലൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാവരും ചെറിയ പീസാക്കി പാത്രം ക്ലീൻ ആക്കി വെച്ചിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പിന്നെ ചായ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. വേഗം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് പിന്നെ വേഗം ഒരു ഓട്ടോക്കെ വലിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിലെത്തിയപ്പോൾ പാൽ ചായയും അതുപോലെ തന്നെ ഏട്ടത്തിന് മോളുടെ ഉണ്ട്. അപ്പോൾ പോവുകയാണ്. അപ്പോൾ പഴംപൊരിയും കാൽ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോസ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടില്ല